ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അങ്ങനെ നമ്മൾ 2024 വിട പറഞ്ഞതാ നമ്മൾ 2025 കടന്നിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷമാവട്ടെ 2025. കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വർഷം നമുക്ക് സന്തോഷം ഉള്ളൊരു വർഷം ആയി മാറട്ടെ എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് കുഴച്ചെടുക്കുന്നത്. ഞാൻ അടുപ്പിൽ ആദ്യമായിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഗ്യാസിലായിരിക്കും ചെയ്യാറുള്ളത്. പക്ഷേ നന്നായിട്ട് തീ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ ചോറ് വെക്കേണ്ട ആവശ്യമില്ല. ചോറ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വെക്കാറുള്ളത്. കാരണം നമ്മൾ കുഴക്കലിനടുത്ത വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 7 മണിക്കൊക്കെ ചോറ് 7 മണി 6 മണിക്കൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഒരു ഉച്ച 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കേടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് ലാസ്റ്റാണ് കേട്ടോ വെക്കാറുള്ളത്. നമ്മുടെ പൈസക്കുട്ടിക്ക് 10 മണിക്ക് പോയാൽ മതിയല്ലോ. അതുകൊണ്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ അരിയിടാറുള്ളത്. അപ്പോൾ ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ചോറ് വെന്ത് സെറ്റാവുകയും ചെയ്യും കേട്ടോ. ഒന്നാമതൊക്കെ മീനൊക്കെ വിറ്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 4 മണി 3 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് ചോറ് കഴിക്കുമ്പോൾ ചിലപ്പോൾ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വെക്കാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പത്തും തീയൊക്കെ കത്തിച്ചപ്പോൾ നന്നായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൂൽപുട്ട് വേഗം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുത്തിട്ട് ഉണ്ട് കേട്ടോ. ചൂടൊന്ന് ആറാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നൂൽപുട്ടിലേക്ക് ഫസ്റ്റ് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് വേണം. അപ്പോൾ മടിയായി. അപ്പോൾ പിന്നെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു സിമ്പിൾ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബീഫിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ നൂൽപുട്ട് ഏകദേശം മാവ് ചൂട് ജസ്റ്റ് ഒന്ന് ആറിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കഴിക്കാനും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ മക്കൾക്കും മിക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട് കഴിക്കാനും. രാവിലെ ഞാൻ അങ്ങനെ പൊതുവെ ഉണ്ടാക്കാറില്ല കേട്ടോ. എന്നോട് എന്തോ ഒരു തോന്നലങ്ങനെ അതിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കൈ വഴക്കുന്നതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ കൈ ആകെ കുഴങ്ങും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് ചില്ലിട്ട സമയത്ത് അതിങ്ങനെ ഒരു സൈഡിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മാവ് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യാനാണെങ്കിലോ അതിലും വലിയ പാടാണ്. ഇതിങ്ങനെ മുറുക്കാൻ കറക്റ്റ് മുറുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അത് ലൂസായിട്ട് വരികയും ചെയ്യും. അത് കറക്റ്റ് മുറുകി കിട്ടാൻ ഭയങ്കര പാടാണ്. എൻ്റെ കൈയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വേർക്കും. അപ്പോൾ അങ്ങനെ കൈ സംഭവം പിടിക്കാനും പറ്റില്ല, വഴുക്കും. അങ്ങനെ ഒരു 313 വട്ടം ഞാൻ കൈ കഴുകൂട്ടോ ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ എങ്ങനെയൊക്കെയോ മുറുക്കി നമ്മൾ പീച്ച് നോക്കിയ സമയത്തുണ്ടല്ലോ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സൈഡിൽ കൂടെ അങ്ങനെ വരികയാണ് സംഭവം. ആ ഒരു ഹോളിൽ കൂടെ അല്ല വരുന്നത്. കാരണം ചില്ലിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് വരുന്നത്. പിന്നെ ആകെ പണി കിട്ടി. ഇനി മാവാണെങ്കിൽ പെട്ടെന്ന് എടുക്കാനും കിട്ടൂല. കാരണം കുറച്ച് ടൈറ്റാണല്ലോ. പിന്നെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കോലും കൊണ്ട് എങ്ങനെയൊക്കെ അടിച്ചടിച്ച് അടിയിൽ ശരിയാക്കി എങ്ങനെയൊക്കെയോ പീച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് കുറച്ച് കട്ടി പോയാൽ ഭയങ്കര പാടാണ് നമ്മുടെ നൂൽപുട്ട്. എങ്ങനെയൊക്കെയോ പീച്ചിങ് കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പീച്ചൊരു സമയത്ത് നമ്മുടെ ജയയിൽ ആ ഒരു അമ്മ ഇങ്ങനെ പീച്ചുമ്പോഴുള്ള എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരിക. അങ്ങനെ നമ്മൾ നൂൽപുട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ നല്ല ആയിക്കോളും. ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിലങ്ങനെ വേഗം ആയിക്കോളും. നൂൽപുട്ട് വീട്ടിലേക്ക് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. നമ്മുടെ ഗ്യാസിൽ ഉണ്ടാക്കുന്ന പോലെയല്ല, അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടായി കിട്ടും. നമ്മളിങ്ങനെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. തീ ആവശ്യത്തിന് അങ്ങനെ കത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മളിതാ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ടാകുമ്പോഴത്തേക്കും അതും ഏകദേശം ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ബീഫ് മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി സംഭവം കറി റെഡിയിട്ടാണ്. കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറി റെഡിയായി. ഇതാ നൂൽപുട്ടും കൂടി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കാൻ കുറച്ച് പാടാണെന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ ഹാപ്പി ആയിട്ട് കഴിക്കണാണിപ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണല്ലേ ഈ ഒരു നൂൽപുട്ട്. പിന്നെ നമ്മളവിടുത്തെ ഇങ്ങനത്തെയാണ് കേട്ടോ. ഇപ്പോൾ മറ്റേ സ്റ്റീലിൻ്റെ നമ്മുടെ ഇങ്ങനെ പറന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് തോന്നുന്നു. ഒരു ട്രിപ്പിന് തന്നെ അത്യാവശ്യമൊക്കെ തീരും. ഇതിപ്പോൾ കുഞ്ഞിതായതുകൊണ്ട് ഒരു 2 ട്രിപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ 2ാമത്തെ ട്രിപ്പ് ഞാൻ ഇങ്ങനെ ഉണ്ട ഉരുട്ടിയിട്ട് അതാണ് കേട്ടോ വെച്ചത്, നമ്മുടെ കൊഴുക്കട്ട പോലെ. പിന്നെ ഞാൻ വേഗം നൂൽപുട്ട് അടുപ്പത്ത് വെച്ചിട്ട് പാലെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് നമ്മളപ്പുറത്തെ വീട്ടിലാണ് വരിക. അപ്പോൾ അതൊന്ന് വേഗം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തൊരു പുളിൻ്റെ ചുട്ടുന്നൊരു പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാദുക്കുട്ടിക്ക് ഈ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ കിടക്കുകയായിരുന്നു. അങ്ങനെ അവൾക്ക് ഇതാ ഒരു പീസ് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീതനൊക്കെ ആകെ കുളമായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ശരിയാക്കി വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഫാദുക്കുട്ടിയും ഫൈസിക്കുട്ടീനെയും ഇതെല്ലാവരും കൊണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാലും ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് കുറച്ച് തണുപ്പിച്ചിട്ട്
ബിസ്ക്കറ്റും മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് പാലും കൂടി ഇട്ടിട്ട് ഒരു ഷേക്കോ ജ്യൂസോ എന്തോ സംഭവം അതുണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എനിക്കിങ്ങനെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അപ്പുറത്തെ ചേച്ചി അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ എങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കറിയൊക്കെ വെക്കാൻ നിന്നപ്പോൾ. അപ്പോൾ അതാ വെണ്ടക്കക്കറിയാണ് വെക്കുന്നത്. പിന്നെ എന്താ പറയുക, കോളിഫ്ലവർ ഉണ്ട്, അത് ചില്ലിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ വെണ്ടയ്ക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് തക്കാളിയും സവാള അപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിൽ അങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഒന്ന് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് പകരം കോളിഫ്ലവർ ചില്ലി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അടുപ്പത്ത് കുക്ക് ചെയ്യാനല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മൺചട്ടിയിൽ നമ്മുടെ വെണ്ടക്കനെ ഫസ്റ്റ് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. വെണ്ടക്ക കറി വെക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ. പിന്നെ നമ്മൾ ആ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുക്കുമ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ മസാലപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ തേങ്ങ മൂത്തിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കോളിഫ്ലവറൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ മുളക് പൊടിയും ഒരിത്തിരി വെളിച്ചെണ്ണയും പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് എന്തായാലും കുറച്ച് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ വെണ്ടക്ക കറിയിലേക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറി അടുപ്പത്ത് വെച്ച ശേഷം വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ ഭയങ്കര കാറ്റ്, അടിച്ചു വരാനേ പറ്റണില്ല കേട്ടോ. അപ്പോൾ വാതിൽ അടച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ ഹോളത്തെ ലൈറ്റ് ഇങ്ങനെ കളർ ഇങ്ങനെ മാറും കേട്ടോ. അതാണ് കേട്ടോ ഇങ്ങനെ നീല മഞ്ഞയൊക്കെ പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ ടിവിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. സീരിയൽ കണ്ടിട്ടാണ് അടിച്ചു വരുന്നത്, കണ്ടിട്ടല്ല കേട്ടിട്ട്. അങ്ങനെ ഇതാ ആളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരാണ് കേട്ടോ. അടിച്ചു വാരിയിട്ടാൽ തന്നെ നമ്മുടെ വീട് പകുതി വൃത്തിയാവും. പിന്നെ തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അടിച്ചു വാരിയാൽ തന്നെ പകുതി ശരിയാവും. അങ്ങനെ ഇതാ റൂമും കാര്യങ്ങളും ഹാളും എല്ലാം ഒന്ന് അടിച്ചു വരാണ് കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ സെറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ടൊന്നും അടിച്ചു വരാറില്ല കേട്ടോ. വെറുതെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചൂടിട്ട് അടിച്ചു വരും. ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് സെറ്റ് മൊത്തത്തിൽ മാറ്റി അടിച്ചു വരാറുള്ളത് കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പൊടിയോ എന്തെങ്കിലും പേനയും സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ തുടച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു. തുടക്കലും കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുറച്ച് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചോറും കഴിച്ച ശേഷം ഫാദുക്കുട്ടിനെ പോയി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ 3 മണിക്ക്. എന്നിട്ട് നമ്മുടെ ഫാദുക്കുട്ടിനെ കൂട്ടിയിട്ടാണ് നമ്മൾ തോട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നത് തിരുമ്പാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല വെയിലാണ്. 3 മണി സമയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല ഉഷാറ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ടാറ്റാ.